കുഞ്ചൻ നമ്പ്യാരുടെ കിള്ളിക്കുറിശി മംഗലത്തെ സ്മാരകത്തിന്റെ ആദ്യഘട്ട നവീകരണം പൂർത്തിയായി. 450 വർഷത്തിലേറെ പഴക്കമുള്ള കുഞ്ചൻ നമ്പ്യാരുടെ ജന്മഗൃഹത്തിന്റെ നവീകരണ പ്രവൃത്തിയാണ് നടത്തുന്നത്. തുള്ളൽ എന്ന ജനകീയ കലാരൂപത്തിന്റെ ഉപജ്ഞാതാവ്, സമൂഹത്തിലെ അനീതികളെയും അനാചാരങ്ങളെയും നർമ്മത്തിലൂടെ വിമർശിച്ച നവോത്ഥാന ചിന്തകൻ, മഹാകവിയുടെ ഓർമ്മകൾ ഇന്നും ജീവിക്കുന്ന ഇടമാണ് ലക്കിടി കിള്ളിക്കുറിശി മംഗലത്തെ കുഞ്ചൻ നമ്പ്യാർ സ്മാരകം. 450 വർഷത്തിലേറെ പഴക്കമുള്ള കുഞ്ചൻ നമ്പ്യാരുടെ ജന്മഗൃഹ കെട്ടിടത്തിന്റെ നവീകരണമാണ് നടക്കുന്നത്. കാലപ്പഴക്കത്താൽ ജീർണാവസ്ഥയിലായ കെട്ടിടത്തിന്റെ വിവിധ ഭാഗങ്ങൾ സർക്കാർ അനുവദിച്ച ഫണ്ട് ഉപയോഗിച്ച് നവീകരിച്ചെന്ന് ഭരണസമിതി ചെയർമാൻ കെ ജയദേവൻ പറഞ്ഞു. യഥാർത്ഥത്തിൽ കെട്ടിട നവീകരണം ഇവിടെ അദ്ദേഹം ജനിച്ച വീടും ഒരു പത്തായപ്പരയുണ്ട്, പടിപ്പരുണ്ട്. ഇത് ചേർന്നതാണ് ഈ പിന്നെ അദ്ദേഹത്തിൻ്റെ വീട് എന്ന് പറയുന്നത്. മറ്റു കെട്ടിടങ്ങളൊക്കെ പുതിയതായിട്ടുണ്ടായതാണ്. അപ്പോൾ അതിൻ്റെ നവീകരണത്തിന് കഴിഞ്ഞ സർക്കാർ 1,96,80,000 രൂപയാണ് അനുവദിച്ചിരുന്നത്. അതിൻ്റെ ആദ്യ ഗഡു 20%, 39 ലക്ഷത്തോളം രൂപ, 39,20,000 രൂപയാണ് ആദ്യ ഗഡു അനുവദിച്ചത്. അതിൻ്റെ നേരത്തെ ആ കെട്ടിടം കുറച്ച് ജീർണാവസ്ഥയിലായിരുന്നു, പഴുക്കോലും എല്ലാം ചതല പിടിച്ചൊക്കെ അങ്ങനെയായിരുന്നു. അപ്പോൾ അത് എല്ലാം നവീകരിച്ച് ഇപ്പോൾ അതിൻ്റെ ഒരു ജീർണാവസ്ഥ പരിഹരിച്ചിട്ടുണ്ട്. പക്ഷേ ഇനിയും ഒരു 1.5 കോടിയോളം രൂപ കിട്ടാനുണ്ട്. പുതിയ സർക്കാർ അത് തരുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. പുതിയ ഭരണസമിതിയൊക്കെ വരും. ഭരണസമിതി ആരും എന്നുള്ളതല്ലല്ലോ, ഇതൊരു പൊതു സ്ഥാപനമല്ലേ. അപ്പോൾ ആ ഒരു പണം കൂടി ലഭ്യമായാൽ അതിൻ്റെ നിലംപണി ഉൾപ്പെടെയുള്ള മറ്റ് കാര്യങ്ങൾ കാര്യങ്ങളെല്ലാം ഒക്കെയാണ്. ആ പണം കിട്ടേണ്ടുന്ന ഒരു മുറയ്ക്ക് ഒരു 4-5 മാസം ഒക്കെ എടുത്താൽ ആ പണി കൂടി പൂർത്തിയാക്കാനാവും എന്നാണ് കരുതുന്നത്. ക്ലാസ്സുകൾ യഥാർത്ഥത്തിൽ കുഞ്ചൻ സ്മാരകത്തെ പറ്റി വളരെ തെറ്റായ ഒരുപാട് വാർത്തകൾ പ്രചരിക്കുകയുണ്ടായി. ഇത് എന്തോ അടച്ചുപൂട്ടി എന്നുള്ള മട്ടിൽ. അത് തെറ്റായി എങ്ങനെയോ പ്രചരിച്ച ഒരു വാർത്തയാണ്. ക്ലാസ്സുകൾ ഒരു കാര്യവും ഇവിടെയുള്ള ഈ കെട്ടിടം വേറൊരു കാര്യമാണ്. രണ്ടായിട്ട് തന്നെ നമ്മൾ കാണണം. ഗവൺമെൻറ് കുഞ്ചൻ സ്മാരകത്തിന് സാംസ്കാരിക വകുപ്പിൻ്റെ കീഴിലുള്ള സ്ഥാപനമാണല്ലോ. കുഞ്ചൻ നമ്പ്യാർ ജനിച്ച മുറിയും അദ്ദേഹം രൂപം നൽകിയ തുള്ളൽ കലാരൂപങ്ങളുടെ ചരിത്ര സ്മരണകളും ഇവിടെ സൂക്ഷ്മമായി സംരക്ഷിച്ചിരിക്കുന്നു. തുള്ളൽ, നൃത്തം, സംഗീതം തുടങ്ങിയ കലകൾ അഭ്യസിക്കാൻ അനവധി ദിവസങ്ങളിൽ 100 കണക്കിന് വിദ്യാർത്ഥികളും ഇവിടെ എത്തുന്നു. ഇന്നത്തെ തലമുറ കുഞ്ചൻ നമ്പ്യാരെ കൂടുതൽ അറിയാനും പഠിക്കാനും സ്മാരക കേന്ദ്രം സന്ദർശിക്കണം. മഹാകവിയുടെ ഓർമ്മകൾ പേറുന്ന ഈ ചരിത്ര സ്മാരകം സംരക്ഷിക്കുന്നതിന് സർക്കാരിന്റെയും പൊതുസമൂഹത്തിന്റെയും പിന്തുണ അനിവാര്യമാണെന്നാണ് സ്മാരക ഭരണസമിതിയുടെ ആവശ്യം. UTV ന്യൂസ്, പാലക്കാട്.